ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളും പലതാകാം. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് സംഭവിക്കാനിടയുള്ള ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്താവുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് തൊടുകുറി ശാസ്ത്രത്തിലൂടെ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ശാസ്ത്രമല്ല, സത്യമുള്ള ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് 2 ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം, മനസ്സ് ചഞ്ചലപ്പെടാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ ചിത്രത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. ചിത്രത്തിന് പിറകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടക്കേണ്ട ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി നിങ്ങൾ നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം കൂടി മനസ്സിൽ കരുതുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരുടെ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1ാമത്തെ ചിത്രമാണ് എങ്കിൽ തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളെ തേടി വളരെ സന്തോഷകരമായ ഒരു വാർത്ത വന്നു ചേരാൻ പോകുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് ആദ്യം പറയുന്നത്. അതൊരു പക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ടതോ വിവാഹവുമായി ബന്ധപ്പെട്ടതോ അതുമല്ലെങ്കിൽ കുടുംബപരമായോ സാമ്പത്തികപരമായോ ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സന്തോഷാനുഭവമായിരിക്കാം. വീടൊന്നുമില്ലാത്തവർക്ക് ആ ഒരു ഭവനം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള മേൽ നടപടികൾ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളേറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സന്തോഷ നിമിഷം കൂടി നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. വരും 3 മാസത്തെ കാലയളവിനുള്ളിൽ നടന്നു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതു കാര്യത്തിനു വേണ്ടിയും വളരെയധികം പ്രയത്നിക്കുന്നവരാണ് നിങ്ങൾ. പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ പ്രണയിക്കുന്നവർക്ക് വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. തമാശകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത്. നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഏറ്റവും രസികരായ ആളുകളോട് കൂട്ടുകൂടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. ശരീര സൗന്ദര്യത്തിന് അത്യാവശ്യം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുവാനും കൊണ്ടു നടക്കാനും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരാണ്. കായിക രംഗത്തും കലാരംഗത്തും വളരെയധികം ഇഷ്ടം പുലർത്തുന്ന വ്യക്തികളാണ് ഇവർ. സത്യസന്ധതയ്ക്ക് വളരെയധികം മൂല്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ചെയ്യുന്ന പ്രവൃത്തിയിലായാലും പറയുന്ന വാക്കുകളായാലും എല്ലാം വളരെ സത്യസന്ധമാണ്. ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇവർ ആഗ്രഹിക്കാറില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ വളരെയധികം പശ്ചാത്തപിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. ഇവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു പ്രത്യേക മനസ്സുള്ളവരാണ്. ഏത് സാഹചര്യത്തിലും തന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹായങ്ങൾ നിറഞ്ഞ മനസ്സോടെ ചെയ്തു കൊടുക്കാൻ അല്പം പോലും ആളും തരവും നോക്കാതെ തനിക്ക് കഴിയുന്ന തരത്തിൽ സഹായം ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവരിൽ നിന്ന് ഒരു നന്ദി വാക്കു പോലും ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി അറിയുവാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. വളരെ കുറവ് സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും ഉള്ളവർ അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരിക്കും. മനസ്സിൽ കരുണ സൂക്ഷിക്കുന്നവരാണ്
അതുകൊണ്ട് തന്നെ അവരെ അത്രത്തോളം വിശ്വാസ്യതയോടെ തന്നെയാണ് നിങ്ങൾ കാണാറുള്ളതും. മുന്നേറുവാനുള്ള തിടുക്കം എപ്പോഴും നിങ്ങൾക്ക് കൂടുതലായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിത വിജയങ്ങൾ നേടുവാനും അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് സമയമെടുക്കുമെങ്കിലും അവയെല്ലാം നേടിയെടുക്കുന്നതാണ്. ബുദ്ധിശക്തിയുള്ളവരും കഴിവുള്ളവരും ആണ് നിങ്ങൾ. പലരുടെയും മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കും. സ്വതന്ത്രമായ ചിന്താഗതിയുള്ളവരാണ് നിങ്ങൾ. മനുഷ്യത്വത്തോടെയുള്ള പെരുമാറ്റവും ഇവരുടെ മുഖമുദ്രയാകുന്നു. പല സമ്മർദ്ദങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇവർക്ക് തുടർച്ചയായി പരാജയങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. പക്ഷേ ഇത്തരം അവസരങ്ങളിൽ ഒരിക്കലും തളർന്നു പോകരുത്. ഇഷ്ടഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുന്നതിലൂടെ പല അവസരങ്ങളിലും വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുക എന്നത് പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പറയുന്ന വാക്കിന് വില നൽകുക എന്നത് നിങ്ങളുടെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത കൂടിയാകുന്നു. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ എത്തുന്ന സമയം ഇനി അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച, നിങ്ങൾ ചെയ്തു കാണണമെന്ന് അല്ലെങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതാണ്. ധനപരമായി തന്നെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും ഉണ്ടാകുന്നതാണ്. തീർച്ചയായും വളരെയധികം ഈശ്വര വിശ്വാസമുള്ള ആളുകളാണ് നിങ്ങൾ. ഈശ്വര വിശ്വാസത്തിനും ഈശ്വര പ്രാർത്ഥനയ്ക്കുമൊക്കെ വളരെയധികം ജീവിതത്തിൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കാറുണ്ട്. കർമ്മഫലത്തിൽ വളരെയധികം വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ഓരോ കർമ്മവും ഈശ്വരൻ കാണുന്നുണ്ട് എന്ന ചിന്ത നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും പറയുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധയോടെ ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ ചെയ്യാനാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത്. നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. എന്നാൽ അതിലൊന്നും വിഷമിച്ചിരിക്കുന്ന ആളുകളല്ല നിങ്ങൾ. കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ നേട്ടങ്ങളിലും വലിയൊരു കാര്യം വരാനിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ. ഇത്തരത്തിൽ നഷ്ടങ്ങളിൽ നിന്ന് ധാരാളം നേട്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ള പല അവസരങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പല മാനസിക പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ വളരെയധികം അലട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ പലപ്പോഴും അസുഖങ്ങളായും അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് മൂലവും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചെയ്യുന്ന ജോലികളൊന്നും പൂർത്തിയാക്കാനുള്ള ഒരു മനസ്സ് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകണമെന്നില്ല. ഇങ്ങനെ ഇത്തരത്തിൽ തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒന്ന് നിങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ദൈവത്തെ വിളിക്കാൻ പോലും നിങ്ങൾ മറന്നു പോകുന്നു. അല്ലെങ്കിൽ എത്രയായാലും അതിനൊന്നും സമയം കിട്ടാത്ത ഒരവസ്ഥ വന്നു ചേരുന്നു. പറയേണ്ടത് ഇത്ര മാത്രമാണ്: ഭഗവാനിൽ എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുക. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും കൊടുക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ കൃത്യമായ ലക്ഷ്യത്തോടെ മുന്നേറുന്നവരാണ് നിങ്ങൾ എങ്കിലും ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് പടിപടിയായ ഇറക്കങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരവസ്ഥ കാണപ്പെടുന്നു. നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെയധികം ആലോചിച്ച് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷ വാർത്ത അല്ലെങ്കിൽ ചെറിയ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വിവാഹം നടക്കാതെ മുടങ്ങിക്കിടക്കുന്ന കുട്ടികളാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടന്ന് കാണുന്ന രീതിയിലോ, അതുമല്ലെങ്കിൽ കുടുംബപരമായിട്ട് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ വീണ്ടും കിട്ടാനുള്ള അവസ്ഥകളും, അതുപോലെ തന്നെ നമ്മുടെ പൈസ മറ്റുള്ളവരിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യങ്ങളും, വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് വീട് പണിയൊക്കെ തുടങ്ങുവാനുള്ള ആരംഭം കുറിക്കുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്.
ഈശ്വരാധീനം വളരെ കൂടുതലായിട്ട് നിങ്ങളിൽ കാണപ്പെടുന്നു. പലപ്പോഴും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ വരെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരസ്പർശം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് തരുന്നതാണ്. അതല്ലെങ്കിൽ അതൊരു പരീക്ഷണമാണെന്ന് കരുതി നിങ്ങൾ അതിനെല്ലാം മറികടക്കുവാനായിട്ട് ശ്രമിക്കുക. തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ കാര്യത്തിലും ഇവരെ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായ ഉന്നതി വരുവാൻ പോകുന്നു എന്നതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. ശത്രുദോഷം നല്ല രീതിയിൽ ബാധിക്കുവാൻ ഇടയുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ജാഗ്രതക്കുറവ് കൊണ്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്ന് മാത്രമല്ല, ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ മറികടക്കാനുള്ള ഒരു അവസ്ഥയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതും കൂടിയാണ്. എന്തു തന്നെ ആയാലും അനുകൂലാവസ്ഥ നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല ശുഭകാര്യങ്ങളും നിങ്ങളിൽ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ശാസ്ത്രമല്ല, നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ മുൻകൂട്ടിയുള്ള ഒരു പ്രതിഫലനം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വാസ്യതയോടു കൂടി തന്നെ കേൾക്കുക. ഭഗവാൻ